ദിസ് ഇസ് സ്കോക്ക് വിടുതലൈ പാർട്ട് 2. വെട്രിമാരൻ സിനിമയാണ്. വിടുതലൈ ഒരുവിധം സിനിമ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ കണ്ടതായിരിക്കും. ഇത് സീക്വലാണ്. പക്ഷേ സീക്വലാണെങ്കിൽ ഇത് വേണമെങ്കിൽ പ്രീക്വൽ എന്ന് പറയാം. കാരണം വിടുതലയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് വിജയ് സേതുപതിയുടെ വരവോടുകൂടി അവസാനിക്കുന്നതാണ്. ആ കഥാപാത്രം അങ്ങനെയായി പെരുമാൾ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം എങ്ങനെ ഒരു തലവനായി, എങ്ങനെ പോലീസ് പിടിയിൽ അകപ്പെട്ടു എന്നത് പറഞ്ഞു പോവുകയാണ് സിനിമയിലുടനീളം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രീക്വൽ പോലെ ഇതിൻ്റെ പാസ്റ്റ്, അതിൻ്റെ ബാക്ക് സ്റ്റോറീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതേസമയം ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് അതിൻ്റെ തുടർച്ചയായിട്ടും പോവുകയാണ്. ഇളയരാജ മ്യൂസിക്, ഇളയരാജ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു വിടുതലൈ പാർട്ട് 1. ഇതിലും സെയിം പാറ്റേൺ തന്നെ ചെയ്തിരിക്കും. ചില ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ ഭയങ്കര കിടുക. പിന്നെ ഇതിൻ്റെ അറ്റ്മോസ് മിക്സിങ് ഭയങ്കര കിടുക. അതായത് ഒരു വല്ലാത്തൊരു ചില സമയത്ത് ശരിക്കും ആൾ സംസാരിക്കും പോലെയൊക്കെ തന്നെ തോന്നുന്നു. പിന്നെ തിയേറ്റർ നല്ല ക്വാളിറ്റി തിയേറ്ററായിരുന്നു. നല്ല സൗണ്ട്, ഓവറോൾ സൗണ്ട് ക്വാളിറ്റി ഭയങ്കര സൂപ്പറായിരുന്നു ഈ സിനിമയുടെ. പിന്നെ സ്റ്റണ്ടൊക്കെ ചെയ്തിരിക്കുന്ന സ്റ്റണ്ട് സിൽവ, പീറ്റർ ഹീനൊക്കെയാണ്. അപ്പോൾ അതും ആ രീതിക്ക് തന്നെ. പിന്നെ വെട്രിമാരൻ്റെ മേക്കിംഗ് അറിയാലോ. പുള്ളിയുടെ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. കാരണം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അറ്റ് ദ സെയിം ടൈം സിനിമാറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ ചേർത്തുകൊണ്ട് വളരെ സ്റ്റഡി ക്യാം, അതുപോലെ സിംഗിൾ ഷോട്ട്, അങ്ങനത്തെ പരിപാടികൾ, പിന്നെ സ്കോറൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ്. വെട്രിമാരൻ എന്ന് പറഞ്ഞാൽ മതി, ദ നെയിം ഈസ് ഇനഫ്. അപ്പോൾ വിടുതലയുടെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് ഈ സിനിമയുടെ ലെങ്ത് നന്നായിട്ടുണ്ട്. 2 മണിക്കൂർ 52 മിനിറ്റ് ഉണ്ട് ഈ സിനിമ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമ ഒരേ സമയം വിജയ് സേതുപതിയുടെ കഥാപാത്രത്തിൻ്റെ പ്രസൻറ്റും, അദ്ദേഹം തന്നെ പോലീസുകാരോട് കഥ പറയുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ പാസ്റ്റും കാണിക്കുക. അപ്പോൾ പ്രസൻറ്റ് കാണിക്കുന്ന സമയത്ത് കഴിഞ്ഞ സിനിമ അവസാനിക്കുന്ന അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നായിട്ടാണ്. ഗൗതം വാസുദേവനൊക്കെ ഉണ്ട് പോലീസായിട്ട്. അവിടെ നിന്ന് പിന്നെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു കഥാപരിസരം, കഥാതന്തു എന്നൊക്കെ പറയുന്നത് എല്ലാ തലവനും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാവുക ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു സിനാരിയോയുടെ ഒരു ആവശ്യം കൊണ്ടായിരിക്കും, ജനങ്ങളുടെ മക്കളുടെ ആവശ്യം കൊണ്ടായിരിക്കും. അത് തന്നെ ഹിസ് സ്റ്റോറീസ് ഓൾസോ നോട്ട് ഡിഫറെൻറ്റ്. പക്ഷേ ഇത് വെട്രിമാരൻ പടം ഇങ്ങനെ അത് കാണുന്ന സമയത്ത് പിന്നെ പൊളിറ്റിക്സാണ് പറയുന്നത്, പ്യുവർ പൊളിറ്റിക്സാണ് പറയുന്നത്. അതായത് വല്ലാത്തൊരു ഘട്ടകാലത്തിലൂടെ കടന്നുപോയ സമയത്ത് അത് ഓർക്കുമ്പോഴും തന്നെ ഭീകരതയാണ്, വല്ലാത്ത ഭീകരതയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും ഭീകരതയാണ്. ഇപ്പോഴും വലിയ മെച്ചമൊന്നുമില്ല. പക്ഷേ ഭരണകൂട ഭീകരത, അതുപോലെ ഈ പവർ സ്ട്രക്ചർ, ഹൈറാർക്കി, പിന്നെ ഫ്യൂഡൽ കാലം മുതലുള്ള ജന്മി കുടിയാൻ പരിപാടി, അതുകൊണ്ടുണ്ടായിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ അഭിനയിച്ച കാസ്റ്റിസം എന്ന് പറയുന്ന സമയത്ത് അതിൽ തന്നെ സ്ത്രീകൾ, റേപ്പ് പരിപാടി. കഴിഞ്ഞ സിനിമ ഭയങ്കര ബ്രൂട്ടലായിരുന്നു. പ്രത്യേകിച്ച് അതിൽ സ്ത്രീകളെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, സിനിമയിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല, ആ ഒരു കാലഘട്ടത്തിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ. പിന്നെ സൂര്യയായിരുന്നു കഴിഞ്ഞ സിനിമയിൽ. സൂര്യയുടെ ലൈഫിലൂടെയാണ് കഥ പറഞ്ഞത്. ഒരു പോലീസുകാരൻ്റെ, അതായത് ഒരു ഭരണകൂടത്തിൻ്റെ ആയുധമായിട്ടുള്ള ഒരു ഇരയായിട്ടുള്ള ഒരു മുഖംമൂടിയായിട്ടുള്ള ഒരാളെ പിന്നെ ലൈഫിലൂടെ ഇങ്ങനെ പറഞ്ഞ് വന്ന് വിജയ് സേതുപതിയുടെ കഥാപാത്രത്തിൽ എത്തിയാണ്. ഇതിൽ വിജയ് സേതുപതിയാണ്, സൂര്യയുണ്ട്, പിന്നെ മഞ്ജു വാര്യരുണ്ട് വിജയ് സേതുപതിയുടെ ഭാര്യയായിട്ട്, കാമുകയായിട്ട്. മഞ്ജു വാര്യർ തുടക്കത്തിൽ കാണാൻ ഇപ്പോഴും അവരെ നേരിൽ കാണുമ്പോൾ തന്നെ ഒരു കൊറിയൻ ലുക്കിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ വെട്രിമാരൻ്റെ സിനിമയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാറി. പിന്നെ അസുരനിലൊക്കെ ഉള്ള പോലെ അവരുടെ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് അങ്ങനെയാണ്, അതിൻ്റെ ഗ്രോത്ത് അങ്ങനെയാണ്. തുടക്കത്തിൽ വളരെ പ്ലസൻ്റായിട്ട് അങ്ങനെ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, പിന്നെ ഇങ്ങനെ മാറി വന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് അവരുടെ ക്യാരക്ടറിൻ്റെ ഫോർമേഷനിൽ, അവരുടെ രൂപത്തിലും, അവരുടെ ഓവേർട്ട് അപ്പിയറൻസിലും കാണാൻ സാധിക്കും. മഞ്ജു വാര്യർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എസ് ഓൾവേസ് ഡയലോഗ് ഡെലിവറി, തമിഴൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഡയലോഗ് ഡെലിവറിയൊക്കെ സൂപ്പറാണ്. പിന്നെ വിജയസിൻ്റെ പെർഫോമൻസ് പലവട്ടം പറഞ്ഞ് മടുത്താണ്. കാരണം അദ്ദേഹം ഒരു അസാധ്യമായിട്ടുള്ള നടനാണ്. ഒരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് കൊടുക്കുന്ന ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം അതിന് കൊടുക്കുന്ന ന്യൂആൻസസ്, അതെല്ലാം ഈ സിനിമയിലുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ പാസ്റ്റ് കാണിക്കുന്നത് ഇത് ഒരുപാട് വീണ്ടും കാണിക്കുന്ന സമയത്ത് വീണ്ടും വന്ന് പ്രസൻറ്റിൽ ബ്ലാക്ക് ഹ്യൂമറും പരിപാടിയും പോലീസുകാരൊക്കെയാണ് കാട്ടിൽ കൂടെ അദ്ദേഹത്തെ കൊണ്ടുവന്നത്. വീണ്ടും പാസ്റ്റ് കാണിക്കുന്ന സമയത്ത് പാസ്റ്റ് അങ്ങനെ ലൂപ്പ് പോലെ ഇങ്ങനെ പോയി വന്ന്. പിന്നെ ഇതിൽ നമ്മുടെ കിഷോറുണ്ട്, മൈന കട്ട് മൈന, മറ്റേ പുലിമുരുകനിൽ പിന്നെ ഫോറസ്റ്റ് ഓഫീസറായിട്ട് അഭിനയിച്ച അദ്ദേഹം ഇതിലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ്. പിന്നെ ഇതിൽ മൊത്തം ബ്ലറിങ്ങാണ്, പാർട്ടിക്കൊടി ഇതൊക്കെ ബ്ലറായിട്ട് കാണിക്കുന്നത്.
അരിവാൾ ചുറ്റിക നക്ഷത്രം ഉണ്ടാവില്ല, അരിവാൾ ചുറ്റിക ചുവന്ന കൊടി മറച്ചിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വയലൻസൊക്കെ ഇന്നിപ്പം മാർക്കോ കണ്ട് വന്നിട്ടേ ഉള്ളൂ, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും തോന്നില്ല. എന്നാലും ഇതിൽ വയലൻസൊക്കെ കുത്തണതും വെട്ടണതും വെടികൊള്ളുന്നതൊക്കെ ബ്ലറാക്കിയിട്ട് കാണിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ. അപ്പം എനിക്ക് വിടുതലൈ ഫസ്റ്റ് കണ്ട ആ ഒരു കിക്ക് വിടുതലൈ പാർട്ട് 2 കണ്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ഫ്ലോ ഇതിനകത്തുണ്ട്, അതേപോലെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ വിടുതലൈ കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വല്ലാത്തൊരവസ്ഥയുണ്ട്. അതിൻ്റെ ഒരു ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് അത് അവസാനിച്ച് വിജയ് സേതുപതി വരുന്നതോട് കൂടി നിർത്തുമ്പോൾ കിട്ടിയിട്ടുള്ളൊരു ആ ഒരു ഇമ്പാക്റ്റ് വിടുതലൈ പാർട്ട് 2 കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ സ്റ്റിൽ അദ്ദേഹം പറഞ്ഞുള്ള പൊളിറ്റിക്സ് അത് ഇപ്പോഴും റിലവൻ്റാണ്, പണ്ടും റിലവൻ്റാണ്. ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ റിലവൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡയലോഗ്സാണ്. ഗംഭീരമായിട്ടുള്ള ഡയലോഗ്സാണ്. ഓരോ ഡയലോഗ്സും ഓരോ സ്റ്റേറ്റ്മെൻറ്റാണ്, ഓരോ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ബി ജയമോഹനുണ്ട് റൈറ്റിങ്ങിനകത്ത്. പിന്നെ നമ്മുടെ അസുറിലുള്ള പയ്യനല്ലേ, ധനുഷിൻ്റെ ഇളയമോനായിട്ട് അഭിനയിച്ചത്, അവനിപ്പോൾ പയ്യനൊന്നുമല്ല, വലിയ നല്ല സൈസൊക്കെ ആയി. പുള്ളിയുടെ ഗംഭീര പെർഫോമൻസ് ആണ്. കറുപ്പൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ വിളിക്കുന്നതല്ല എൻ്റെ പേര്, ഞാൻ പറയുന്നതാണ് എൻ്റെ പേര്. അതായത് ഐഡൻറ്റിറ്റിയുടെ പിന്നെ പൊളിറ്റിക്സാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ അതുപോലെ ചില കുട്ടി സ്റ്റോറീസൊക്കെ ഉണ്ട്. നമ്മളതിന് കേട്ടുള്ള സ്റ്റോറീസാണ്. 5 ആളുകളും ഒരാൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആരെ രക്ഷിക്കും, രണ്ട് കൂട്ടരും മരിക്കാൻ പോവുക, അപ്പോൾ ആരെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് അതൊക്കെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ലേറ്റർ ഓൺ സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ എഴുതി വന്നിട്ടുള്ള ഒരു സിനിമയാണ്. വെട്രിമാരൻ പൊളിറ്റിക്സ് പറഞ്ഞ കൂട്ടത്തിൽ ഈ മുതലാളിത്ത തൊഴിലാളിത്ത ചൂഷണ പരിപാടികൾ, അതിനെതിരെയുള്ള സമരം, വർഗസമരം ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് പല ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ കൂടെ നമ്മുടെ തൊഴിലാണ് നമ്മുടെ ജാതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരേ തൊഴിലെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ജാതിയിൽപ്പെട്ട ആളുകളാണ് ഒരേ തൊഴിൽ എടുത്തുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു വസ്തുത കൂടെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ബൈനറീസ്, ഡ്യുവാലിറ്റീസ് ഒക്കെ വെട്രിമാരൻ പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ അവസാനമായപ്പോഴേക്കും പിന്നെ ഗംഭീരമായിട്ടുള്ള ഗൺ ഷോട്ട് പരിപാടികളാണ്. അങ്ങനെ ഇതാണ് ഈ സിനിമ ആസ് എ ഹോൾ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു തലമുറയുടെ മുടിവ് താൻ അടുത്ത തലമുറയുടെ ആരംഭം എന്നുള്ളതാണ്. അതായത് ഈ സിസ്റ്റം മാറുന്നില്ല. അപ്പോൾ ഇതിൽ പെരുമാൾ എന്ന് പറയുന്ന വിജയ് സേതുപതിയുടെ ക്യാരക്ടർ മാത്രമേ മാറുന്നുള്ളൂ. അതിന് മുൻപ് മറ്റൊരാളായിരിക്കാം, അതിനുശേഷം മറ്റൊരാൾ വരും. അപ്പോൾ സിസ്റ്റം മാറുന്നില്ല, പവർ സ്ട്രക്ചർ മാറുന്നില്ല എന്നാണ് അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. സൂര്യയുടെ ക്യാരക്ടർ ക്ലൈമാക്സ് കിട്ടുവാണ് ആസ് ഓൾവേസ്. പിന്നെ ഈ വെട്രിമാരൻ സിനിമ എന്ന് പറഞ്ഞാൽ വെട്രിമാരൻ സിനിമയാണല്ലോ, അല്ലാതെ വിജയ് സേതുപതിയുടെ സിനിമയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും കാണില്ല. ക്യാരക്ടർ മാത്രമാണ് പ്രാധാന്യം, അല്ലാതെ ഇതിൽ അഭിനയിക്കുന്ന താരത്തിന് അല്ലെങ്കിൽ നടന് യാതൊരു വിധത്തിലുള്ള ഡോമിനേഷനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ ആ രീതിക്ക് തന്നെ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ രീതിക്ക് തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മൾ വായിക്കുന്ന ഹിസ്റ്ററിയൊക്കെ തന്നെ അത് ഒരു കൂട്ടം പവർ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് പവർഫുൾ പീപ്പിൾ എഴുതി വെച്ചിട്ടുള്ള ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി എന്നുള്ളത് മറ്റൊന്നാണ്. മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി അല്ല യഥാർത്ഥ ഹിസ്റ്ററി. നരേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊന്നും ഹിസ്റ്ററി അല്ല എന്നാണ് റിപ്പീറ്റഡ്ലി വെട്രിമാരൻ പറയുന്നത്. അതാണ് സത്യം. വിടുതലൈ പാർട്ട് 2.